വെൽക്കം ബാക്ക്. കണ്ടപ്പോൾ പെട്ടെന്ന് ഉള്ളിവട പോലെ തോന്നുന്നുണ്ടല്ലേ? അല്ല കേട്ടോ, കാണാനൊരു വെറൈറ്റി ലുക്ക് തോന്നില്ലെങ്കിലും കഴിക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തോ. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അധികം കനത്തിൽ കട്ട് ചെയ്യണ്ട കേട്ടോ, ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് എരിവും ഉപ്പുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഫ്രൈ ചെയ്തെടുക്കുക, കുക്ക് ചെയ്തെടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് മൂന്നും കൂടെ തേച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. വലിയ സൈസാണ് 2 മതിയാവും കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് ഞാനൊരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഐറ്റം പറയുന്നത് ഇതാ ഈ പാലക് ചീരല്ലേ, സ്പിനച്ച്, അതാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെ പറയുന്നത് എൻ്റെ വീട്ടിൽ ഇത് വാങ്ങലും കുക്ക് ചെയ്യലും ഒക്കെ കുറവാണ്. ഞാനിത് കഴിക്കാൻ തുടങ്ങി പുറത്ത് വന്നതിന് ശേഷമാണ്. അറിയില്ലേ, ഈ അറബികളൊക്കെ ഡെയിലി ചിക്കനും മട്ടനും ഒക്കെ കഴിച്ചാലും അവർക്ക് ഈ കൊളസ്ട്രോളോ കാര്യങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും മാഷാഅല്ലാ ഉണ്ടാവുകയില്ല. അതിന് കാരണം അവർ സാലഡിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഈ സ്പിനച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്രിൽഡ് ഐറ്റംസ്, ഷവായ, ഫഹ്മ അതിൻ്റെയൊക്കെ കൂടെ ഇത് സാലഡായിട്ട് നല്ലോണം കഴിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും പിന്നെ ഡൈജഷൻ ഓക്കെ ആക്കാനൊക്കെ ഇത് ഹെൽപ്പാക്കും കേട്ടോ. പിന്നെ ഇതിലോട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. കുറേശ്ശെ മതി കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഉപ്പ്. പിന്നെ ഇതിൻ്റെ പൊടികളെന്ന് പറയുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി, അല്ലെങ്കിൽ അതില്ലെങ്കിൽ കോൺഫ്ലോർ, അതോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉള്ളി വടക്കൊക്കെ മിക്സ് ആക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പാലക്കിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാലക്കിൻ്റെ ഇലയില്ല, അത് നല്ലോണം, ഞാനിവിടെ 2 കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കേട്ടോ. ഇതുപോലെ അധികം ലൂസാവാണ്ട് നമ്മൾ ഉള്ളി വടക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ അത് മതി. ഇനിയിപ്പം നേരത്തെ നമ്മൾ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ച് ചിക്കൻ ഇല്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയില്ലേ അതിലൊന്ന് കവർ ചെയ്തെടുക്കുക. ചിക്കൻ ഉള്ളിൽ വെച്ചിട്ട് ഈ മാവില്ലേ അതിങ്ങനെ പുറത്തൂടെ ഒരു ഉള്ളിവടൻ്റെ നമ്മൾ നുള്ളി പൊരിക്കൂലേ അതുപോലെ ആക്കി എടുത്തിട്ട് നല്ലോണം എണ്ണയിലേക്ക് ഇട്ടിട്ട് എണ്ണ ചൂടായിട്ട് അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതില്ലേ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചോണ്ടിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കായി വരണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പുറത്ത് മാത്രം പെട്ടെന്ന് കുക്കായി ഉള്ളിൽ ചിക്കൻ വേവാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ഡയറ്റ് ഇല്ലാണ്ട് ഇറങ്ങാത്ത കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്ക് കടിച്ച് പറിക്കാനൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമ്മൾ പാലക്കിൻ്റെ ഇലൻ്റെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അത് കഴിക്കാൻ പച്ചക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വരില്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നോമ്പെല്ലാം കഴിയാൻ പോവുകയാണ്. എന്തായാലും ഇതൊന്ന് ഫ്രൈ ആക്കി നോക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു സ്നാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പി നമ്മൾ മുട്ട ചമ്മന്തി ഇല്ലേ അതാട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ, പിന്നെ അതിൽ ചെറിയുള്ളി ഞാൻ കുറച്ച് അധികം ഇടും കേട്ടോ. ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 6-7 അല്ലി ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ എരിവിനാവശ്യത്തിന് പച്ചമുളക്, കുറച്ച് നല്ലോണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പും ഇട്ടിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ ലൂസാവേണ്ട കേട്ടോ. ലൂസായാൽ നമ്മൾ മുട്ടൻ്റെ മുകളിൽ വെച്ച് മാവിൽ മുക്കുമ്പോൾ അത് ഇളകിപ്പോവും. അപ്പോൾ ഇനിയിതാ ഒരു 3 മുട്ട, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ അളവ് ചമ്മന്തിക്ക് നമുക്ക് ഇനിയും കുറേ മുട്ട വെച്ചിട്ട് ചെയ്യാം കേട്ടോ.
നമുക്കിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ മുട്ട എടുത്തിട്ട് പുഴുങ്ങി ഈ ചമ്മന്തി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ പുഴുങ്ങിയ മുട്ട 2 പീസാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ചമ്മന്തി നല്ലോണം വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പിന്നെ ഞാൻ എൻ്റെ ഒരു വേർഷൻ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ഇതിൻ്റെ മാവ് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ളുപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതും ഇട്ടിട്ട് സാദാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കി മാവാക്കി എടുക്കുക. പിന്നെ ഇത് ലൂസായി പോകണ്ട കേട്ടോ, കുറച്ച് ടൈറ്റിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പം മുട്ടയും ചമ്മന്തിയും കൂടെ വെക്കുമ്പോൾ അത് ഇളക്കിപ്പോവും. പിന്നെ ഇത് കടലമാവിൽ ചെയ്യും കേട്ടോ, മൈദയ്ക്ക് പകരം കടലമാവ് എടുത്തിട്ട് ചെയ്യുക. പക്ഷേ അതിനേക്കാളും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇതാ ചൂടായ എണ്ണയിലോട്ട് ഇതിടുക, പൊരിച്ച് കോരിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പണ്ടേ ഉള്ള റെസിപ്പി ആണെങ്കിലും പക്ഷേ ഇത് കഴിക്കാൻ നല്ല രസമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.